الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين وأصلي وأسلم النبي المبعوث رحمة للعالمين نبينا وحبيبنا وسيدنا محمد صلى الله عليه وعلى آله وأصحابه وأتباعه بإحسان وأهله الأطهار ثم أما بعد اتقوا الله عباد الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മളെ പള്ളീൻ്റെ വല്ലാത്തൊരു ബർക്കത്താണ്. താഴെയും ക്ലാസ്സാണ്, മുകളിലും ക്ലാസ്സാണ്. ഒരല്പസമയം നമ്മൾ സംസാരിക്കുന്നത് തസ്കിയത്തുൽ മാൽ. തസ്കിയത്തുൽ മാൽ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വിശുദ്ധി എന്നാണ്. ഈ വിഷയത്തിൻ്റെ ഒരു പ്രത്യേകത സക്കാത്ത് പോലെയല്ല. സക്കാത്ത് എല്ലാവരും ആ വിഷയവുമായി ബന്ധപ്പെടണമെന്നില്ല, അറിയണമെന്നില്ല. ഹജ്ജ് പോലെയല്ല. കാരണം ഹജ്ജും എല്ലാ ആളുകൾക്കും അത് ബാധ്യതയില്ല, അവർ അറിയേണ്ട ആവശ്യമില്ല. എന്നാൽ സാമ്പത്തിക വിശുദ്ധി എന്നത് എല്ലാവരെയും സ്പർശിക്കുന്ന ഒരു വിഷയമാണ്. ഈ ദുനിയാവിൽ അള്ളാഹു നമ്മളെ പടച്ചു വിട്ടപ്പോൾ തന്നെ ഓരോരുത്തരുടെയും മരണസമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഉപജീവനം അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ആ അവസാന ഭക്ഷണം കഴിച്ച ശേഷമേ നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയുള്ളൂ. മരിക്കുന്നത് വരെ ഇവിടെ ജീവിക്കണമെങ്കിൽ നമ്മൾ മലക്കുകളെപ്പോലെയല്ല. ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം. അതിനൊക്കെ തന്നെ സമ്പത്ത് അനിവാര്യമാണ്, ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും അവരുടെ റഹ്മത്തുകൾ കൊണ്ടും നിഅമത്തുകൾ കൊണ്ടും നമ്മളെ പൊതിഞ്ഞിരിക്കുകയാണ്. അവൻ്റെ റഹ്മത്തില്ലാത്ത ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലുമില്ല. എല്ലാം സൗജന്യമായി നൽകി. വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂ, എന്തെല്ലാമാണോ നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തെല്ലാമാണോ ആവശ്യമുള്ളത്, അതെല്ലാം സൗജന്യമായി നാം നൽകി. ഇവിടെ ജീവിക്കണമെങ്കിൽ സമ്പത്ത് ആവശ്യമാണ്. അതിന് ആവശ്യമായ വഴികൾ അള്ളാഹു നിശ്ചയിച്ചു തന്നു. അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കാണാൻ സാധിക്കും. സമ്പത്ത്, അതിൻ്റെ വരുമാനം, അടിസ്ഥാനം എങ്ങനെയും സമ്പത്ത് ഉണ്ടാക്കാമെന്നാണ്. സമ്പത്ത് ഉണ്ടാക്കാനുള്ള മാർഗങ്ങളാണ്, മുഴുവൻ മാർഗങ്ങളും വിനിയോഗിക്കാം. വളരെ കുറഞ്ഞ വഴികൾ മാത്രമാണ് നിഷിദ്ധമായിട്ടുള്ളത്. അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ്. അല്ലെങ്ങാനും പറഞ്ഞിരുന്നുവെങ്കിൽ, മനുഷ്യരെ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അത് കൃഷിയിലൂടെ മാത്രമേ പാടുള്ളൂ, മറ്റ് ഒരു പരിപാടികളും പാടില്ലൊക്കെ ഹറാമാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അല്ല പറയുകയാണെങ്കിൽ, മനുഷ്യരെ, നിങ്ങളുടെ സമ്പത്തിൻ്റെ ആ വരുമാനത്തിൻ്റെ അടിസ്ഥാനം കച്ചവടം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം നിങ്ങൾക്ക് ഹറാമാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, അപ്പം അള്ളാഹു നമ്മളെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞു. കച്ചവടം അനുവദനീയമാണ്, കൃഷി അനുവദനീയമാണ്, അനന്തര സ്വത്ത് അനുവദനീയമാണ്, സമ്മാനമായി പാരിതോഷികമായി ആരെങ്കിലും തരികയാണെങ്കിൽ അനുവദനീയമാണ്, ഈജാർ വാടകയ്ക്ക് കൊടുക്കൽ അനുവദനീയമാണ്,
കൂലിവേല ചെയ്യൽ അനുവദനീയമാണ്, നിധി കിട്ടിയാൽ അത് അനുവദനീയമാണ്. ഇങ്ങനെ എല്ലാം അനുവദനീയം. ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖി. പക്ഷേ നിങ്ങൾ അത് തേടിപ്പിടിക്കണം. ഭൂമിയുടെ ചുമലുകളിലൂടെ, ഉപരിതലത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുക, അത് നിങ്ങൾ തേടിപ്പിടിക്കണം. ഫൈദാ ഖളൈതുമുസ്സലാത്ത ഫന്തശിറൂ ഫിൽ അർളി. ജുമാ നമസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലൂടെ വ്യാപിച്ചു കൊള്ളുക. അള്ളാഹുവിൻ്റെ ഫള്, ഔദാര്യം തേടിപ്പിടിച്ചു കൊള്ളുക. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹാജിയാരോട് പറഞ്ഞു, ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗു ഫളൻ മിർ റബ്ബിക്കും. നിങ്ങൾ ഹജ്ജിനും ഉംറക്കും പോകുമ്പോൾ നിങ്ങളുടെ മുഖ്യ അജണ്ട ഹജ്ജും ഉംറയും എന്ന ഖുർബാത്താണ്, സൽക്കർമ്മമാണ്. എന്നാൽ അവിടെ മിനായിൽ നിൽക്കുമ്പോൾ, അറഫയിൽ നിൽക്കുമ്പോൾ, മക്കയിൽ നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഫളലുകൾ തേടിപ്പിടിക്കുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. അവിടെ പോയി ഒരാൾ കച്ചവടം തുടങ്ങി, അയാളെ ലക്ഷ്യം കച്ചവടമല്ലായിരുന്നു, ഉംറയായിരുന്നു. അതൊന്നും നിങ്ങൾക്ക് നിഷിദ്ധമല്ല. അംബിയാ മുർസലീങ്ങളൊക്കെ ജോലി ചെയ്തിരുന്നു, ഉപജീവനത്തിന് വേണ്ടി, സമ്പാദ്യത്തിന് വേണ്ടി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആട് മേയ്ക്കാത്ത ഒരു നബിയുമില്ല. എല്ലാ നബിമാരും ആട് മേയ്ച്ചിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ആട് മേയ്ച്ചിരുന്നു. മക്കയിലെ ചില ഗോത്രങ്ങൾ ചില ഖീറാത്തിന്, ഖറാറീത്തിന് വേണ്ടി ഞാൻ ആടിനെ മേയ്ച്ചിരുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കച്ചവടവുമായി ബന്ധപ്പെട്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രവാചകനും രാജാവുമായിട്ട് കൂടി അദ്ദേഹം ജോലി ചെയ്തിരുന്നു, കൊല്ലനായിരുന്നു എന്നൊക്കെ ഹദീസുകൾ കാണാൻ സാധിക്കും. പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ ഒരു ചാൺ വയറിന് വേണ്ടി, അത് പരിഹരിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി, നിരവധി, അനവധി വഴികൾ അള്ളാഹു കാണിച്ചു തന്നു. അള്ളാഹുവിൻ്റെ റഹ്മത്ത് മാത്രമല്ല, നിങ്ങൾക്ക് എങ്ങനെയും സമ്പാദിക്കാം. വളരെ കുറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊക്കെ അനുവദനീയമാണ് എന്ന് അടിസ്ഥാനം ഹലാലാക്കി തന്നു. ഇങ്ങനെയൊക്കെ ആയിട്ടും, ഇത്രമാത്രം അല്ലാഹു വിശാലമായി നൽകിയിട്ടും, ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ, മനുഷ്യൻ അങ്ങേയറ്റത്തെ അക്രമിയും അങ്ങേയറ്റത്തെ നന്ദി കെട്ടവനുമാകുന്നു. മനുഷ്യർ പ്രത്യേകത, പോയി ഇവിടെ ഒരു ഡോറിൽ ഇതിലെ പ്രവേശിക്കരുത് എന്ന് എഴുതി വെച്ചാൽ അതിലെ തന്നെ പോയി വെക്കാനുള്ള ശ്രമം ഉണ്ടാവും. എന്തപ്പോൾ അങ്ങനെ അവിടെ എഴുതി വെച്ചത്? ആ മരത്തെ സമീപിക്കരുത്, ബാക്കി സ്വർഗത്തിൽ എന്തും ഭക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇബ്ലീസ് വന്ന് ഞാൻ നിങ്ങളൊരു ഗുണദോഷിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ തിന്നു നോക്കുക എന്നൊക്കെ ആദമിനോട് അങ്ങനെ പ്രേരിപ്പിച്ചപ്പോൾ അതിൽ അകപ്പെട്ടു പോയി. മനുഷ്യരുടെ പ്രത്യേകതയാണ്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ലലൂമും കഫാറും, നന്ദി കെട്ട നിഷ്ഠൂരനായ ഒരാളാകാൻ പാടില്ല. അല്ലാഹു വാരിക്കോരി നൽകിയിട്ടുണ്ടെങ്കിൽ വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ. അല്ലാഹു നിനക്ക് നൽകിയ ദുനിയാവിലൂടെ പരലോകം വിലക്ക് വാങ്ങുക. യുഖാതിലൂന ഫീ സബീലില്ലാഹി ഫയഖ്തുലൂൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളിൽ നിന്ന് വിലക്ക് വാങ്ങിയിരിക്കുന്നു. അള്ളേ പൈസ തന്നത്, അള്ളേ സമ്പത്ത് തന്നത്, അള്ളേ ആരോഗ്യം തന്നത്, ഇങ്ങനെയൊക്കെ തന്നിട്ട് എന്നാ ഞാൻ തന്ന കുറച്ച് തരും. ഇന്നല്ലാഹ അശ്തറാ മിൻ അംവാലഹും, അവരുടെ സമ്പത്ത് വിലക്ക് വാങ്ങി. ഞാൻ തന്ന സമ്പത്ത് ആണ് തരും. പകരം
ബിഅന്ന ലഹുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്നാണ്. യുഖാതിലൂന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മസമരം നടത്തുന്നു. ഫയഖ്തുലൂന വയുഖ്തലൂന, നിങ്ങൾ കൊല്ലുന്നു, നിങ്ങൾ കൊല്ലപ്പെടുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ സമ്പത്ത് വബ്തഗി ഫീമാ ആതാകല്ലാഹ്, ദുനിയാവ് നീ ആഗ്രഹിച്ചോ, അതിന് കുഴപ്പമില്ല. അതുകൊണ്ടാണ് ചരിത്രത്തിൽ കാണാം, ദാവൂദ് നബി രാജാവായിരുന്നു, പ്രവാചകനായിരുന്നു. സുലൈമാൻ നബി രാജാവായിരുന്നു, പ്രവാചകനായിരുന്നു. പ്രവാചക അനുയായികളിൽ പലരും വലിയ പണക്കാരായിരുന്നു. ആരൊക്കെയാ? അബൂബക്കർ സിദ്ദീഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, എല്ലാവരും വലിയ പൈസക്കാരായിരുന്നു. ഇസ്ലാം പറഞ്ഞോ, പൈസക്കാർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല, പാവപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളൂ, പണമുണ്ടാക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞില്ല. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുത്സാഹപ്പെടുത്തുക. എനിക്ക് ദുനിയാവൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞിരുന്ന 3 ആളുകൾ, അവർ കല്യാണം കഴിക്കൂല, രാത്രി എന്നും നിസ്കാരമൊക്കെ ആയിരിക്കും, എന്നും നോമ്പായിരിക്കും എന്ന് പറഞ്ഞ ആൾക്കാരോട് ഞാൻ അങ്ങനെയല്ല ചെയ്യാറ്, ഞാൻ ഇങ്ങനെയാ ചെയ്യാറ്, ഞാൻ എൻ്റെ സുന്നത്തിന് വിപരീതമായവന് എന്നിൽപ്പെട്ടവനല്ല എന്നാണ് പറഞ്ഞത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മുഹദ്ദിസാണ്, ലോകം കണ്ട വലിയ മുഹദ്ദിസ്, അതേപോലെ വലിയ പൈസക്കാരനായിരുന്നു. ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം വ്യാപാരിയായിരുന്നു. ഇമാം അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണക്കാരനായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇസ്ലാമിൽ ഇത്ര മാത്രമേ പൈസ ഉണ്ടായി, ലക്ഷപ്രഭു ആകാം, കോടി ഉണ്ടാക്കാൻ പാടില്ല എന്നൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്താണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ എപ്പോഴാണ് നമ്മൾ പണത്തിൻ്റെ കാര്യത്തിൽ നന്ദി കെട്ടവരാകുക? സൂറത്ത് ഖസസിൽ പറഞ്ഞല്ലോ, ദുനിയാവ്, അള്ളാഹ് നിനക്ക് നൽകിയ ദുനിയാവ്, അതിലൂടെ പരലോകം തേടിക്കോ. കണ്ടമാനം പൈസ തന്നു എങ്കിൽ അതിന് കൊടുത്തിട്ട് പരലോകം വിലക്ക് വാങ്ങിക്കോ. എന്നാൽ വലാ തൻസ നസീബക മിനദ്ദുനിയാ, ദുനിയാവിൽ നിനക്ക് ഓഹരിയുണ്ട്, ദുനിയാവിൽ നിനക്ക് കിട്ടേണ്ട ചില അവകാശങ്ങളുണ്ട്, അത് നീ ഒരിക്കലും മറക്കണ്ട. ഒരു പൈസക്കാരൻ തുന്നിക്കൂട്ടിയ വസ്ത്രം ധരിച്ച് ഫക്കീർ ഉപ്പാപ്പാനെ പോലെ നടക്കുക, അത് പാടില്ലാത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കണ്ട് ചോദിച്ചു, ഒരു ദരിദ്രവേഷം എന്തൊക്കെയുണ്ട് റസൂലെ? എല്ലാ സമ്പത്തും അത്യാവശ്യം കയ്യിലുണ്ട്, എന്നിട്ടെന്താ ഈ കോലത്തിൽ? റസൂൽ പറഞ്ഞ ഫഹൽ തറ, അള്ളാഹു നിനക്ക് നൽകിയ ഔദാര്യം നിന്നിൽ കാണുവാൻ നീ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ്. വലിയ പണക്കാർ, അവർക്ക് ധൂർത്തും അഹങ്കാരവും ഇല്ലാത്ത രൂപത്തിൽ അത്യാവശ്യം വിശാലമായി ജീവിക്കാം, യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഈ ദുനിയാവ് മുഖേന പരലോകം വാങ്ങണം, അതോടൊപ്പം ദുനിയാവിൻ്റെ കാര്യത്തിൽ ഒരിക്കലും വിസ്മരിച്ച് പോകേണ്ടതില്ല, ഒരിക്കലും മറന്നു പോകേണ്ടതില്ല. അവനവന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് എന്നാണ്. എന്ത് ശ്രദ്ധിച്ചാൽ മതി? 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, നമ്മളുണ്ടാക്കുന്ന സമ്പത്ത് അത് ത്വയ്യിബായിരിക്കണം. എന്താ ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ? കൈഫൽ ഹാൽ എന്ന് പറഞ്ഞാൽ ത്വയ്യിബ്, നല്ലത്, വെരി ഗുഡ്. ആ ഗുഡായിരിക്കണം സമ്പത്ത്, നല്ലതായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഹലാലൻ ത്വയ്യിബ, ഹലാലായിരിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹർ റുസുലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലു സ്വാലിഹാ. അംബിയാ മുർസലീങ്ങളോടുള്ള അള്ളാഹിൻ്റെ കൽപ്പന, യാ അയ്യുഹർ റസൂൽ, ഹേ റസൂലുമാരെ, കുലൂ മിനത് ത്വയ്യിബാത്, നിങ്ങൾ ത്വയ്യിബ് ഭക്ഷിക്കണം. എന്താ ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ? ഒന്ന്, ഹലാലായ സമ്പാദ്യത്തിലൂടെയുള്ളത്. 2, വിശിഷ്ടമായ നല്ലത്, നല്ല ഭക്ഷണം കഴിക്കണം, വിശിഷ്ടമായതായിരിക്കണം, ശരീരത്തിന് കേടില്ലാത്തതായിരിക്കണം, അതേപോലെ തന്നെ ഹലാലുമായിരിക്കണം, അതൊക്കെ കഴിക്കാം. വഅമലു സ്വാലിഹ, നിങ്ങൾ അമലും സ്വാലിഹാത്ത് ചെയ്യണേ. ഇതേ കാര്യം
അമ്പിയാക്കന്മാരോട് എന്താ പറഞ്ഞു? അതേ കാര്യം മുഅ്മിനീങ്ങളോട് പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിനത്തയ്യിബാത്തി, ഓ വിശ്വാസികളെ, നിങ്ങൾ തയ്യിബേ ഭക്ഷിക്കാൻ പാടുള്ളൂ, നല്ലതേ കഴിക്കാൻ പാടുള്ളൂ, മോശമായത് കഴിക്കാൻ പാടില്ല. നിങ്ങൾ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യണേ. അപ്പോൾ നമ്മുടെ സമ്പാദ്യം എന്തായിരിക്കണം? തയ്യിബായിരിക്കണം. എന്തേ കാരണം? ഞാൻ പറഞ്ഞു, നമ്മൾ ഈ സമ്പത്ത് കൊണ്ട് പരലോകം വാങ്ങുക, ദാനം കൊടുത്ത്, പള്ളി ഉണ്ടാക്കി, പാവപ്പെട്ടവരെ സഹായിച്ച്, കടം കൊടുത്ത്, കടം വിട്ടുവീഴ്ച ചെയ്ത്, എന്തെല്ലാം മാർഗങ്ങളുടെ ഈ പണം കൊണ്ട്, ആ പണം കൊണ്ട് പരലോകം വാങ്ങിക്കൂട്ടുക. പക്ഷേ ഇന്നല്ലാഹ തയ്യിബ് ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ, അല്ലാഹ് തയ്യിബ, നല്ലവനാണ്. അങ്ങനെയുള്ള തയ്യിബായ അല്ലാഹു തയ്യിബ് മാത്രമേ സ്വീകരിക്കൂ, നല്ലത് മാത്രമേ അല്ലാഹ് സ്വീകരിക്കുള്ളൂ. അപ്പോൾ നല്ലതല്ലാത്ത വരുമാനം കൊണ്ട് ഹജ്ജ് ചെയ്താൽ, ഹറാമായ സമ്പാദ്യം കൊണ്ട് സദഖ കൊടുത്താൽ അല്ലാഹുക്ക് അത് ആവശ്യമില്ല. അള്ളാഹുവിന് അതിൻ്റെ ഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അല്ലാഹ് ജനങ്ങളിൽ നിന്ന് നിരാശ്രയനാണ്. അല്ലാഹ് ഒരാളുടെ സ്വമതാണ്. അള്ളാഹുവിനെ എല്ലാവരും ആശ്രയിക്കുന്നു, അള്ളാഹു ആരെയും ആശ്രയിക്കുന്നില്ല. അപ്പോൾ സമ്പാദ്യം ഹലാലായിരിക്കണം. ഇതാണ് ഒന്നാമത്തെ ഡിമാൻഡ്. എത്രയുണ്ടാക്കാം, അനുവദനീയായിരിക്കണം. രണ്ടാമത്തെ ഡിമാൻഡ്, ചിലവഴിക്കലും ഹലാലായിരിക്കണം. ഞാൻ ഉണ്ടാക്കിയ പൈസ, ഞാൻ മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് ചോര നീരാക്കി, അങ്ങനെ ആൾക്കാർ പറയാം, ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ പൈസ എന്ത് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങളാരെ പറയാൻ? അഹങ്കാരമാണത്. നിന്റെ പണമല്ല. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, എടോ ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്. അങ്ങനെയല്ല പറയുന്നത്. പണം എൻ്റെതാ, സമ്പത്തെൻ്റെതാ. റബ്ബ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കണം. കാരണം പണമെന്ന് പറഞ്ഞാൽ പരീക്ഷണമാ. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ പണം, സമ്പത്ത്, നിങ്ങളുടെ സന്താനങ്ങളൊക്കെ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ നിന്നും രക്ഷപ്പെടൽ എങ്ങനെയാണ്? നിങ്ങളുടെ സമ്പാദ്യം ഹലാലാണ് എന്നതുപോലെ തന്നെ നിങ്ങൾ വിനിയോഗിക്കുന്ന മാർഗങ്ങളും ഹലാലായിരിക്കണം. രണ്ട് രൂപത്തിലാണ് വിനിയോഗിക്കുക. ഒന്ന്, നിർബന്ധമായ വഴിയിൽ വിനിയോഗിക്കുക. നിർബന്ധമായ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, സക്കാത്ത് കൊടുക്കേണ്ട ആൾക്കാർ സക്കാത്ത് കൊടുക്കുക. രണ്ട്, നിർബന്ധമായ വഴി എന്ന് പറഞ്ഞാൽ എല്ലാവരും അതിൽ ബാധ്യസ്ഥരാണ്. നഫഖത്ത് കൊടുക്കുക, ചെലവിന് കൊടുക്കുക. ഒരാളുടെ കീഴിൽ ചെലവിന് കൊടുക്കേണ്ട ആളുകളുണ്ടെങ്കിൽ, ഒറ്റത്തടിയല്ല, കുടുംബമായി ജീവിക്കുകയാണ് എങ്കിൽ ഒന്നാം സ്ഥാനം ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ, മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, അവർക്കൊക്കെ ചെലവിന് കൊടുക്കൽ നിർബന്ധമാണ്. അങ്ങനെ കൊടുക്കുക. അപ്പോൾ നിർബന്ധമായ ബാധ്യതകൾ കൊടുക്കുക, സക്കാത്തായിട്ടും ചെലവിന് കൊടുക്കലായിട്ടും. രണ്ടാമതായ ഐച്ഛികമായ ദാനധർമ്മങ്ങൾ സദഖകളായി കൊടുക്കുക. മൂന്ന്, ഹലാലായ രൂപത്തിൽ ചെലവഴിക്കുക. അപ്പോൾ ഫർളായ ചെലവഴിക്കൽ, സുന്നത്തായ ചെലവഴിക്കൽ, ഹലാലായ കാര്യങ്ങൾക്ക്, ഈ കാര്യങ്ങൾക്കും ചെലവഴിക്കുക. അപ്പോൾ നമ്മൾ സമ്പത്ത് കൊണ്ടുവരുന്നത്, വരുമാനം ഹലാല്, അതേപോലെ വിനിയോഗം അല്ലാഹ് തൃപ്തിപ്പെട്ട രൂപത്തിൽ. മൂന്നാമത്തൊന്ന്, സാമ്പത്തികമായ വിഷയത്തിൽ വിശുദ്ധമാകണമെങ്കിൽ കടം ഉണ്ട് എങ്കിൽ, കടം കൊടുക്കാനുണ്ട്, കിട്ടാനുണ്ട്, വാങ്ങാനുണ്ട് എങ്കിൽ അതിന് കൃത്യമായ രേഖ ഉണ്ടാകുക. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് അൽ ബഖറ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഈ അൽ ബഖറയിലുള്ള ആയത്ത്. അതിന് ആയത്തു ദൈൻ,
കടമിടപാടുമായി ബന്ധപ്പെട്ട ആയത്ത് എന്നാണ്. ഒരു പേജോളം വരുന്ന ആയത്ത്. എന്താ വിഷയം? നിസ്കാരമല്ല ഈ വിഷയം, മറ്റു കാര്യങ്ങളല്ല, മറിച്ച് സാമ്പത്തിക മറ്റൊരു മനുഷ്യനുമായി ഈ അവധി വെച്ചുകൊണ്ട് ഇടപാട് നടത്തുമ്പോൾ നിങ്ങൾ എഴുതി വെക്കണം. 2 സാക്ഷികളുണ്ടായിരിക്കണം. അതേപോലെ തന്നെ സാക്ഷ്യം പറയാൻ വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ മടി കാണിക്കരുത്. എഴുതി വെക്കുന്ന ആളുകളിൽ കൃത്രിമം കാണിക്കരുത്. എന്തെല്ലാം നിയമങ്ങളാ! ആ നിയമങ്ങളൊക്കെ പാലിക്കണം. ഇല്ലെങ്കിൽ എന്തറിയോ, മനുഷ്യ മനസ്സുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടാകും. കടം കൊടുത്ത ആൾ പറയും, കടം വാങ്ങിയ ആൾ പറയും, അത് ഞാൻ എനിക്ക് തന്നിട്ടുണ്ടല്ലോ, ഇതൊന്ന് ആലോചിച്ച് വെക്കുക, ഒന്ന് ഓർത്തു വെക്കുക, ഇന്ന സ്ഥലത്ത് വെച്ച് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ വാങ്ങിയവന് അത് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ അവരുടെ മനസ്സുകൾക്ക് പ്രശ്നമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് സാമ്പത്തിക വിഷയത്തിൽ ശ്രദ്ധിക്കാൻ. എങ്കിൽ സാമ്പത്തിക വിശുദ്ധി ഉണ്ടായി. അതിലൊന്നാമത് പറഞ്ഞല്ലോ, വരുമാനം ഒന്നും ചെക്ക് ചെയ്ത് വെക്കുക. നമ്മൾ ഓരോരുത്തരും ചെക്ക് ചെയ്ത് വെക്കുക. ഒന്നുകിൽ നമ്മുടെ വരുമാനം കച്ചവടമായിരിക്കും. അധികം ആൾക്കാരും കച്ചവടമാണ്, കുറച്ച് ആൾക്കാർ കൃഷിയാണ്, ധാരാളം ആളുകൾ ജോലിയും കൂലിവേലയും ഒക്കെയാണ്. ഇതൊക്കെ അനുവദനീയമാണ്. അടിസ്ഥാനം ഹലാലാണെന്ന് പറഞ്ഞല്ലോ. എങ്കിൽ ഹറാം എന്ത് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഹറാം എന്ത്? ആ ഹറാമിൽ ഞാനില്ല. എൻ്റെ ശരീരത്തിലൂടെ ഓടുന്ന രക്തം അത് ഈ പറഞ്ഞ ഒരു ഹറാമിൻ്റെ വഴിയിലുമല്ല അത് എന്ന് പൂർണ്ണമായി ഉറപ്പിക്കാൻ സാധിച്ചാൽ സാമ്പത്തിക വിശുദ്ധിയുടെ ഒരു വാതിൽ നമ്മൾ വിട്ടുകടന്നു, ഒരു ഭാഗം നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഏതൊക്കെയാണ് ഹറാം ഏതെല്ലാവർക്കും അറിയാം. അത് നമ്മളൊന്ന് ഏകദേശം നമ്മളോടൊന്ന് ചോദിച്ചു നോക്കുക. കുറച്ച് പൈസ കയ്യിൽ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ജോലിയിൽ ഏർപ്പെടുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മളോട് ചോദിച്ച് ഏറെക്കുറെ അതിനൊരു മറുപടി കിട്ടണമെങ്കിൽ അത് സ്വീകരിച്ചാൽ മതി. അൽ ഇസ്മു മാ ഹാക ഫീ സദ്രിക വകരിഹ്ത അൻ യത്തലിഅ അലൈഹി നാസ്. റസൂലുള്ളാഹി പറഞ്ഞു, പാപം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തഅരീഫ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താ? മാ ഹാക ഫീ സദ്രിക. അത് ചെയ്യുമ്പോൾ നിൻ്റെ മനസ്സിലൊരു കുത്തൽ, ഒരു ചൊറിച്ചിൽ, ഒരു പുകച്ചിൽ, ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അത് ഹറാമാണ്, അത് പാപമാണ്. വകരിഹ്ത അൻ യത്തലിഅ അലൈഹി നാസ്. ജനങ്ങൾ കാണും, അത് ആൾക്കാരറിയോ എന്ന് തോന്നുന്ന വല്ല പണിയുമാണ് ഈ ചെയ്യുന്നത്, അത് പാപമാണ്. അപ്പം അങ്ങനെ നോക്കി നമ്മളൊക്കെ വരുമാനത്തിന് ആ കച്ചവടം ചെയ്തപ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയോ, ഇതിപ്പോൾ ആൾക്കാരറിയോ, ഇത് ആൾക്കാർ കണ്ടോ, ഇത് ശരിയായില്ല, ഇത്ര വാങ്ങിയത് ശരിയായില്ല എന്ന് വല്ല തോന്നലുണ്ടോ? അതൊക്കെ ഉറപ്പിച്ചോളിയും, അതൊക്കെ തന്നെയും ഹറാമാണ്, പാപമാണ്, ആ വരുമാനം കുറ്റമാണ്. ഇസ്ലാം കുറേ നിഷിദ്ധമായ വരുമാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് ഓടിച്ചു പോവാം. ഒന്ന് പിടിച്ചു പറിയാണ്, കവർച്ച. എന്താ കവർച്ചയും മോഷണവും തമ്മിൽ വ്യത്യാസം? മോഷണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞു, മോഷണത്തിന് അസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലൻ മിനല്ലാഹ്. വരുമാനാണ് അല്ലേ? ഗുണ്ടകൾ, തൃശ്ശൂരിൽ കുറേ ഗുണ്ടകൾ, എറണാകുളത്തെ ഗുണ്ടകൾ, അവിടെ ഗുണ്ടകൾ, ഇവിടെ ഗുണ്ടകൾ, കാല് വെട്ടാൻ ഇത്ര പൈസ, തല വെട്ടാൻ ഇത്ര പൈസ. ഒരു പ്രശ്നമല്ല, അവർക്ക് പൈസ കിട്ടിയാൽ മതി, എന്തും ചെയ്യും. അപ്പോൾ ഒരാളുടെ ഒന്നുകിൽ കൊന്നുകൊണ്ടോ ഉപദ്രവിച്ചുകൊണ്ടോ അവൻ്റെ മുതൽ വസൂലാക്കുക, ഇതിനാണ് കവർച്ച എന്ന് പറയാം. ഒന്നുകിൽ കൊല്ലും, കവർച്ചക്കാരിറങ്ങുക. പഴയ കാലത്തൊക്കെ കാഫില സംഘങ്ങളെ, യാത്രാ സംഘങ്ങളെ കവർച്ച നടത്തിയിരുന്നു, അവർ കവർച്ചക്കാരെന്ന് പറയാം.
അങ്ങനെയുള്ള ആളുകൾ ദുനിയാവിൽ ശിക്ഷ ഉണ്ട്, ആഖിറത്തിൽ വേറെയുണ്ട്. ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു വയസ്ഔന ഫിൽ അർളി ഫസാദ. അല്ലാഹുവിനോടും റസൂലിനോടും യുദ്ധം ചെയ്യുന്ന ആളുകൾ, ഭൂമിയിൽ ഫസാദ് കുഴപ്പമുണ്ടാക്കുന്ന ആൾ. കുഴപ്പമാണത്. ഒരു സമ്പന്നന് സ്വൈരമായി ജീവിക്കാൻ കഴിയില്ല, പൈസ കൊണ്ട് ഇടങ്ങേറായി പോവുകയാണ്. കാരണം എന്ത്? ആരാ ഇത് കവരുക, എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുക? അങ്ങനെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ അവരെന്ത് ചെയ്യണം? അയ്യു ഖത്തലു, ഒരെ കൊന്നുകളൻ. ഇസ്ലാമിക രാജ്യത്താണ് എങ്കിൽ ഭരണാധികാരി ഈ അക്രമികളെ കൊന്നുകളയണം. അല്ലെ കൈകാലുകൾ വിഭിന്നമായി ഛേദിച്ച് കളയണം. വലത്തെ കൈയും ഇടത്തെ കാലും, ഇടത്തെ കൈയും വലത്തെ കാലും, ഇങ്ങനെ. ഔ യുൻഫൗ മിനൽ അർളി, അല്ലെ ഭൂമിയിൽ നാട്ടിൽ നാട് കടത്തണം അവരെ. ഇതിൽ ഓരോ കാലത്തിനും അനുസരിച്ച് ഓരോരുത്തരുടെയും കവർച്ചയുടെ തോതനുസരിച്ച് ഭരണാധികാരിക്ക് ഇതിൽ വേണ്ടത് ചെയ്യാം. വൻ പാവമാണ് എന്നതുകൊണ്ട് പരലോകത്ത് പറ ശിക്ഷയും. അപ്പം ഇതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും അറിയാം. കവർച്ചയും മോഷണവും തമ്മിൽ എന്ത് വ്യത്യാസം? കവർച്ച പരസ്യമായിട്ടാണ്, ആക്രമിച്ചിട്ടാണ്. എന്നാൽ മോഷണം എന്ന് പറയും ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഒന്ന് അയാളറിയാതെ രഹസ്യമായി പിടുങ്ങുന്നതിനാണ് മോഷണം, അസ്സരിഖ എന്ന് പറയാം. അസ്സാരിഖ് വസ്സാരിഖ, മോഷ്ടിച്ചവൻ ആണാകട്ടെ പെണ്ണാകട്ടെ, ഫഖ്തഉ ഐദിയഹുമ, അവരുടെ കൈ ഛേദിക്കണം. കൈ എന്ന് പറഞ്ഞാൽ കഫ് കൈയാണ്, സിറായ് കൈയാണ്, അളുദ് കൈയാണ്. ഖുർആൻ പറഞ്ഞത് കൈ ഛേദിക്കണം എന്ന്. അപ്പം എവിടെ ഛേദിക്കണം? അതിനെ പറഞ്ഞ് ആയത്തിനെ വിശദീകരിക്കേണ്ടത് ഹദീസാണ്. ഖുർആനോടൊപ്പം തന്നെ ഹദീസും സ്വീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നു, അവിടെ കഫാണ്, ഈ മുൻകൈയാണ് ഛേദിക്കേണ്ടത്. അത് എത്ര വലിയ പ്രമാണി കട്ടാലും ശരി, ഇസ്ലാമിക രാജ്യത്ത് അങ്ങനെയാണ്. മഖ്സൂമി ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് മോഷണം നടത്തി. എന്താ എൻ്റെ കയ്യിൻ്റെ അവിടെ ഇല്ലാത്തത്? അത് മോഷ്ടിച്ചിട്ടാണ് എന്നറിയുമ്പോൾ നാട്ടിലാകെ ഒരു അവർക്ക് മാത്രമല്ല കുടുംബത്തിനാകെ പിന്നെ മോശപ്പേരാണ്. അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ശുപാർശ പറഞ്ഞ് റസൂലിനോടൊന്ന് ശഫായത്ത് പറഞ്ഞ് ഈ കൈവട്ടലങ്ങട് ഒഴിവായി കിട്ടുമോ നോക്കാൻ വേണ്ടി നബി ഏറ്റവും സ്നേഹിക്കുന്ന ആളെ അടുത്ത് പോയി. ആരാ? ഒരു അടിമയുടെ മകൻ സെയ്ദ് ഇബ്നു ഹാരിസ, ഹിബ്ബുർ റസൂൽ, റസൂലിൻ്റെ സ്നേഹക്കുടുക്ക എന്ന് പറയാവുന്ന, സ്നേഹഭാജനം എന്ന് പറയാവുന്ന സെയ്ദ് ഇബ്നു ഹാരിസയുടെ മകൻ കറുത്തവനായ ഉസാമയുടെ അടുത്ത് പോയി. അപ്പോൾ ഉസാമ നബിൻ്റെ അടുത്ത് പോയി പറഞ്ഞു നോക്കി. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരനായ ഉസാമയോട് കയർത്തു. അതശ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്, അള്ളാൻ്റെ ഹദ്ദിൽ ശിക്ഷാവിധിയിൽ നിന്ന് ലഘൂകരണം കിട്ടാൻ വേണ്ടി നീ എന്നോട് ശുപാർശ പറയുകയാണോ? അവിടെ പറഞ്ഞത് എൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും മോഷ്ടിക്കുന്നു. അപ്പോൾ മോഷണമാണ്, ഇതിപ്പോൾ ഇല്ലാത്തതാണ്, പക്ഷെ നാട്ടിൽ നടക്കുന്നുണ്ട്, ഹറാമാണ്. ഒരാൾ മോഷ്ടാവായിരുന്നു, കവർച്ചക്കാരനായിരുന്നു. കുറേ കാലം കഴിഞ്ഞ് ഒക്കെ തെറ്റാണെന്ന് തോന്നി. പിന്നെ ഇതിലേക്കാണ് വരണം എന്നുണ്ടെങ്കിൽ, അവൻ്റെ അമല് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ചില ഡിമാൻഡ് ഉണ്ട്. എന്താണ്? അതതിൻ്റെ ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കുക വേണം. അത് താൻ ആളുകൾക്കിടയിൽ അവമതിക്കപ്പെട്ടാലും ശരി, ഇതുവരെ കള്ളനാന്ന് ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ല, നാട്ടിലെ മാന്യനാണ്, പക്ഷേ അത് കൊണ്ടുപോയി കൊടുക്കുക. അത് ജനങ്ങളെ ഇടയിൽ വസലായാലും ശരി, അതിൻ്റെ ആളുകൾ കൊണ്ടുപോയി കൊടുത്താലേ ഓൻ്റെ അമൽ അല്ലാഹു സ്വീകരിക്കുള്ളൂ. ഓൻ്റെ സക്കാത്തും ഈ പൈസ കൊണ്ടുണ്ടാക്കിയ കച്ചവടം, അതിൻ്റെ വരുമാനം, അതിൻ്റെ സക്കാത്തും, അതിൻ്റെ ഹജ്ജും ഉംറ ഒക്കെ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അടിസ്ഥാനം നന്നാണ്. അപ്പോൾ രണ്ടാമത് പറഞ്ഞതാണ് മോഷണമാണ്. മൂന്നാമത്തതാണ് വഞ്ചനയിലൂടെ എടുക്കുക. വമാ കാൽ നബി അൻ യഗുൽ
വമൻ യഗ്ലുൽ യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമ. ഒരു പ്രവാചകനും തന്നെ വഞ്ചിച്ചെടുക്കാൻ പാടില്ല. ഉസ്താദന്മാര്, മൗലവിമാര്, ഞങ്ങൾ പറയുന്ന ആൾക്കാരും കേൾക്കുന്നു കാണുമ്പോൾ പൈസ കിട്ടാൻ വേണ്ടിയാണ്ട് എന്തെങ്കിലും കള്ള ഫത്വ ഉണ്ടാക്കുക, വഞ്ചനയിലൂടെ എടുക്കുക. ഒരു പ്രവാചകനും തന്നെ വഞ്ചിച്ചെടുക്കുക എന്ന് പാടില്ല. വമൻ യഗ്ലുൽ, ആരാണോ വഞ്ചിച്ചെടുത്തത്, യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ വഞ്ചിച്ചെടുത്ത വസ്തുവുമായി ഇങ്ങനെ വരുന്നതാണ്. അത് നമ്മക്കൊണ്ടോ നോക്കി. നമ്മൾ ആധാരത്തിൽ വല്ല വഞ്ചനയും കാട്ടിയിട്ടുണ്ടോ? നമ്മളും അയൽവാസിയും തമ്മിലുള്ള അതിര് തർക്കത്തിൽ എന്തെങ്കിലും വഞ്ചന നടന്നിട്ടുണ്ടോ? നമ്മൾ കച്ചവടം നടത്തിയപ്പോൾ അതിൽ ചെറിയൊരു വഞ്ചനയും ചതിയും കാണിച്ചിട്ടുണ്ടോ? ഡ്യൂപ്ലിക്കേറ്റും കാണിച്ചു കൊടുത്ത് ഒറിജിനലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നാടനാണെന്ന് പറഞ്ഞ് രാസവളട്ട വസ്തു പച്ചക്കറി കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ വിശാലമായി ചിന്തിച്ചു നോക്കി ഓരോരുത്തരും. വമൻ യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമ, വഞ്ചിച്ചെടുത്ത വസ്തുവുമായി നാളെ പരലോകത്ത് വരുന്നതാണ്. മഹാനായ സഈദ് ഇബ്നു സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ റളിയല്ലാഹു അൻഹു അശ്റത്തുൽ മുബശ്ശിരീങ്ങൾപ്പെട്ട ആളാണ്. അശ്റത്തുൽ മുബശ്ശിരീങ്ങൾ. അദ്ദേഹത്തെക്കുറിച്ച് ഒരു സ്ത്രീ, അർവ എന്ന് പറയുന്ന സ്ത്രീക്ക് ഒരു കംപ്ലൈൻറ്റ് അവരിങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. എന്താ പറഞ്ഞു നടക്കണേ? സെയ്ദ് എൻ്റെ ധനം, എൻ്റെ അതിര് തുരന്നിരിക്കുന്നു. അതിര് തുരക്കുക, അങ്ങനെ കവർച്ച നടത്തിയിരിക്കുന്നു, വഞ്ചന കാണിച്ചിരിക്കുന്നു. ആരെക്കുറിച്ചാണ് പറയണത്? മുസ്തജാബുദ്ദഅവ, പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെട്ടിരുന്ന മഹാവ്യക്തിത്വം അശ്റത്തുൽ മുബശ്ശിരീൻ. അദ്ദേഹം അവിടുന്ന് ഒരു പ്രാർത്ഥന നടത്തി. അല്ലാഹുവേ, എൻ്റെ റസൂൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ആരെങ്കിലും ഒരു ചാൺ ഭൂമിയാണ് കവർന്നെടുത്തെങ്കിൽ അതിരിങ്ങനെ മാന്തി 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 എത്ര, ഒരു ചാണ്. എന്താ ഒരു ചാണ് കൊണ്ട് കിട്ടാൻ പോണത്? ഒരു തെങ്ങ് കുഴിച്ചിടാൻ പറ്റില്ല, ഒരു മൂച്ചി കുഴിച്ചിടാൻ പറ്റില്ല. പക്ഷേ അതൊരു ഹരാണ് ചില ആളുകൾക്ക്, അതൊരു രസമാണ്. മരിക്കുന്നത് വരെ, വയസ്സായാലും ശരി, ആ മൂലക്ക ഇരുന്ന് ഇങ്ങനെ വേലി മാന്തി മാന്തി മാന്തിന് വലുതാക്കും. എൻ്റെ റസൂൽ പറഞ്ഞ് കേട്ടിരിക്കുന്നു, ആരെങ്കിലും ഒരു ചാൺ ഭൂമി കവർന്നെടുത്താൽ നാളെ പരലോകത്ത് അവൻ്റെ കഴുത്തിൽ 7 ഭൂമികൾ ഖണ്ഡാഭരണമായി ആഭരണമായി ഇട്ടു കൊടുക്കുന്നതാണ്. 7 ഭൂമി. സ്കൂളിൽ കുട്ടികൾ എറിയുന്ന ഷോർട്ട് പുട്ടുണ്ട്. ആ ഷോർട്ട് പുട്ട് നമ്മളെ കൈക്ക് ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കേണ്ടി വരും. അതൊരു മാലയാക്കിയിടും. ഒരു 7 ഷോർട്ട് പുട്ട് മാലയാക്കി കഴുത്തിലിട്ട എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ 7 ഭൂമി കഴുത്തിൽ ഇങ്ങനെ അണിഞ്ഞു കഴിഞ്ഞാൽ പരലോകത്ത് എന്തായിരിക്കും അവസ്ഥ? ഒരു ചാണ് ഭൂമി കവർന്ന ആൾ. അതിൻ്റെ ദുരന്തമാണത്. എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ചു, റബ്ബേ, ഈ സ്ത്രീ എന്നെ മറ്റേ അപമാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇവൾ പറഞ്ഞത് കള്ളമാണെങ്കിൽ റബ്ബേ, അവളുടെ കാഴ്ച ശക്തി നീയാണ് എടുത്തു കളയണം. ഏതൊരു ഭൂമിയെക്കുറിച്ചാണോ തർക്കം പറയുന്നത് അത് അവളുടെ ഖബറാക്കണേ എന്ന്. ആ പ്രാർത്ഥന അങ്ങനെ തന്നെ സ്വീകരിക്കപ്പെട്ടു. അതുകൊണ്ട് ഇത്തഖി ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ട സാധുവിൻ്റെ പ്രാർത്ഥന സൂക്ഷിക്കണം. ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, അവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ അവരൊരു കാഫിർ തന്നെ ആക്കട്ടെ, പക്ഷേ ആക്രമിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ്റെയും അള്ളാഹിൻ്റെ ഇടയിലെ പ്രാർത്ഥനയ്ക്ക് യാതൊരുവിധ മറയുമില്ല. അവളുടെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു. ഏതൊരു തർക്കഭൂമിയായിരുന്നോ ആ തർക്കഭൂമിയിൽ ഒരു കുഴിയിൽ വീണ് ആ സ്ത്രീ മരണപ്പെട്ടു എന്നൊക്കെ ഹദീസിൽ കാണുവാൻ സാധിക്കും. ലാ യഹല്ലു ലിമുസ്ലിമിൻ, റസൂലുള്ള പറഞ്ഞു, ഒരു മുസ്ലിമിന് മറ്റൊരാളുടെ ഹക്ക് വഞ്ചിച്ചെടുക്കാൻ പാടില്ല. മറ്റൊരാളുടെ അവകാശം
കള്ളാധാരം ഉണ്ടാക്കി, കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അല്ലേ? ജോലിക്ക് എങ്ങനെ കയറിയത്? അത് അളജ്ജ പഠിച്ചിട്ടില്ലല്ലോ, അത് ഞാൻ ബോംബെയിൽ പോയിട്ട് ശരിയാക്കി. ബോംബെയിൽ എല്ലാ സർട്ടിഫിക്കറ്റും കിട്ടും. സ്കൂളിൽ പോകാത്തവരും ഡോക്ടർ സർട്ടിഫിക്കറ്റ്, അങ്ങനെ ശരിയാക്കി ജോലി കയറിയാണ്. എങ്കിൽ ആ വരുമാനം മക്കൾക്ക് കൊടുക്കുന്നുവെങ്കിൽ അതൊക്കെ ഹറാമാണ്. അന്ത്യനാളിൽ അതുമായി നാളെ പരലോകത്ത് വരുന്നതാണ് എന്ന്. അപ്പോൾ മൂന്നാമത്തെ കാര്യം പറഞ്ഞത് വഞ്ചിച്ചെടുക്കലാണ്, വഞ്ചനയിലൂടെയുള്ള വരുമാനം. ഇവിടെ ഒരു സഹാബി ചോദിച്ചപ്പോൾ മറ്റൊരുത്തൻ്റെ അവകാശം ഹനിച്ചു കഴിഞ്ഞാൽ അവന് നരകമാണെന്ന് പറഞ്ഞപ്പോൾ നബിയെ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്, മറ്റേത്തൊരു പേനെടുത്തു, ഒരു പെൻസിലെടുത്തു, ഇങ്ങനെയൊക്കെയാണെങ്കിലോ? അപ്പോൾ റസൂൽ വഇൻകാന ഖദീബൻ മിൻ അറാക്ക്, പല്ല് തേക്കുന്ന ഒരു അറാക്കിൻ്റെ കൊള്ളിയാകട്ടെ. ഒരു റിയാല് കൊടുത്താൽ കിട്ടിയിരുന്ന അറാക്ക്, അത് മറ്റോൻ്റെ അറാക്ക്, അതാണ് കൊഴിഞ്ഞാടിയപ്പോൾ അല്ലെങ്കിൽ അവൻ പോക്കറ്റിലിട്ടപ്പോൾ ഓനറിയാതാണ് എടുത്തു അറാക്ക്, അത് ഇൻ്റെതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വഞ്ചിച്ചെടുത്താൽ അത് മുഖേന അവൻ നരകാവകാശിയാകുമെങ്കിൽ ഇന്ന് പല ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റുകളും പല കള്ള ആധാരങ്ങളും കയ്യിൽ വെച്ച് ആരെങ്കിലും മുതലാളിമാരും പണക്കാരുമായിട്ടുണ്ടെങ്കിൽ അവർ എന്താണ് ഉത്തരം പറയുക? സഹോദരങ്ങളെ, ഒരു ഹറാമായ സമ്പാദ്യം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മളെ നാട്ടിൽ കാണുന്ന ഒരു സമ്പ്രദായം ഇന്ന് അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ചില ആളുകളുടെ പൂതി അള്ളാഹ്ക്ക് ഇതൊന്നും അറിയില്ല, പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ പകുതി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ ഒരു മോശമാണത്. അതിപ്പോൾ എന്തേ ഇപ്പം അള്ളാഹ് എങ്ങനെ പറഞ്ഞത് ഖുർആനിൽ? നബി ഇപ്പം എന്താ ഇങ്ങനെ പഠിപ്പിച്ചു തന്നത്? ഇസ്ലാമിലെ ശത്രുക്കളൊക്കെ ഇസ്ലാമിലെ അനന്തരാവകാശത്തെക്കുറിച്ച് മോശമായി പറയുന്നുവല്ലോ, ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവഹേളിക്കപ്പെട്ടവളാണെന്ന് പറയുന്നുവല്ലോ. അത്രയും ശരിയായില്ല. അതുകൊണ്ട് ഞങ്ങളെ വാപ്പാനെ സ്വത്തിന് ഓരിയെക്കുമ്പോൾ അവിടെ ആണോരി പെണ്ണോരി എന്നൊന്നുമില്ല, അതൊക്കെ എല്ലാവർക്കും സമമായിട്ടാണ് വീതിക്കാണ്. നമ്മൾ വലിയ ബുദ്ധിമാൻ, പടച്ചവൻ ഇതൊന്നും അറിയില്ല. എന്നിട്ട് നമ്മളവിടെ നീതി ഉണ്ടാക്കാം. ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ കൊടുക്കുന്നുവെങ്കിൽ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ആരെങ്കിലും അവനവൻ്റെ പൈസ മറ്റൊരാൾക്ക് കൊടുക്കുമോ? ഇല്ല. പക്ഷേ നാട്ടിലെന്താണെന്നറിയോ, പലപ്പോഴും സ്ത്രീകൾ പറയും, വാപ്പ മരിച്ചു കഴിഞ്ഞാൽ വന്ന് പറയും, ആങ്ങളിനോട് പറയും, എന്താണ് ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും നോക്കണ്ട, എല്ലാവർക്കും ഒപ്പൊപ്പണ് വെക്കുക. മറ്റേ ആജിയര് മരിച്ചപ്പോൾ ആജിയരെ മക്കളൊക്കെ ഉണ്ടല്ലോ, ആണോരി പെണ്ണോരി എന്ന് വെച്ചാൽ ഒക്കെ ഒന്നിച്ചട് വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട്? ഒന്ന്, അള്ളൊരു കാര്യം പറഞ്ഞാൽ അവിടെ നിൽക്കുക. അത് നമ്മളെ ഇഷ്ടപ്രകാരമാണ്. അത് സ്വത്ത് അവനവന് കിട്ടിയിട്ട് പിന്നെ വേണമെങ്കിൽ പെങ്ങൾക്കോ വേറെ നാട്ടുകാർക്കോ ആർക്കെങ്കിലും പള്ളിക്കോ ആർക്കെങ്കിലും കൊടുത്തോട്ടെ. ഇവിടെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇഷ്ടപ്രകാരം, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം കൊടുത്തു, എൻ്റെ ഇഷ്ടപ്രകാരം കൊടുത്തു എന്നാണ്. ഇസ്ലാമിൽ അനന്തരാവകാശ സ്വത്ത് എന്നുള്ളതിന് ഒരു പ്രത്യേക നിയമം ഇല്ലാതെ ആവും. അള്ളാഹുവിൻ്റെ വിധി അത് സ്വീകാര്യമല്ല എന്ന് വരുത്തി തീർക്കലായിത്തീരും. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒന്നുണ്ടാകാൻ പാടില്ല. രണ്ടാമത്, അവിടെ അങ്ങനെ വെക്കുമ്പോൾ അതിൽ ദുൽമ് കലരുന്നു. ദുൽമ്, അക്രമമാണ്. അവിടെ പുരുഷന് ഒട്ടനവധി ബാധ്യതകളും ചുമതലകളും ഉള്ളതാണ്. ഇസ്ലാമിലെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്വം, സാമ്പത്തികമായ ഒരു നഫക്കത്തും ഇല്ല. അതുകൊണ്ടാണ് ഫുഖഹാക്കൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു സ്ത്രീക്ക് വലിയ പണക്കാരത്തിയാണ്, അവൾക്ക് സക്കാത്ത് കൊടുക്കാനുണ്ട്, ഭർത്താവാണെങ്കിൽ ഫക്കീറാണ് എങ്കിൽ വേണമെങ്കിൽ അവളുടെ സ്വത്തിൻ്റെ സക്കാത്ത് ഭർത്താവിന് കൊടുക്കാം. കാരണം അവൾ മുതലാളിച്ചിയാണ്. ഭർത്താവ് വലിയ പണക്കാരനാണ്,
ഭാര്യ സാധുവാണ്, ഒരു കാരണവശാലും ഭർത്താവിൻ്റെ സക്കാത്ത് ഭാര്യയ്ക്ക് കൊടുക്കാൻ പാടില്ല. കാരണം ഭാര്യയ്ക്ക് സക്കാത്തല്ല കൊടുക്കേണ്ടത്, ഭാര്യയ്ക്ക് നഫഖത്ത് ചെലവിന് കൊടുക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതാ, നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവൾക്ക് ഭക്ഷണം കൊടുക്കണം, നീ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അവൾക്ക് വസ്ത്രം കൊടുക്കണം എന്നിത്യാദി കൽപ്പനകളൊക്കെ ഉണ്ടായത്. അപ്പോൾ നാട്ടിൽ കണ്ടുവരുന്ന ഒരു നിഷിദ്ധമായൊരു ഏർപ്പാടാണ് ഇങ്ങനെ ആണോരി പെണ്ണോരി എന്നില്ലാതെ എല്ലാവർക്കും ഒരേപോലെ വല സ്ത്രീകളും വാശി പിടിച്ച് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നിവൃത്തിയില്ലാതെ മക്കളെ കൂടെ അതിന് സമ്മതിച്ച് കഴിഞ്ഞാലും അത് ഹറാമാണ് സമ്പാദ്യം എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ മറ്റൊന്നാണ് റിബ. അത് പറയേണ്ടതില്ല. റിബ എല്ലാവർക്കും അറിയാം, അതിൻ്റെ ഗൗരവം അറിയാം. എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ജനങ്ങൾക്ക് ഒരു കാലം വരും, അവൻ്റെ സമ്പാദ്യം ഇത് ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ എന്ന് പരിഗണിക്കുകയില്ല. പൈസ ഉണ്ടായാൽ മതി. പിന്നെയോ പൈസ ഉണ്ടായിട്ട് പിന്നെ കുറച്ച് അങ്ങോട്ട് അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് പള്ളിക്ക് എത്തിങ്ങാനൊക്കെ മദ്രസ കുറിച്ചാൽ നാട്ടിൽ വലിയ മാന്യനായി. ഇന്ന് ആൾക്കാർ എന്തിനാ പലിശക്ക് പോണത്? അതിന് കിട്ടിയില്ലെങ്കിൽ അരി വാങ്ങാൻ വേണ്ടി, റേഷൻ വാങ്ങാൻ വേണ്ടി പലിശക്ക് പോണത്, ബാങ്കിൽ പോണത്. മരിക്കും, ആ പണം പലിശ വാങ്ങിയിട്ടില്ലെങ്കിൽ മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ പലിശക്ക് പോയതാണോ? അങ്ങനെ ലോകത്ത് എവിടെ അങ്ങനെ ഉണ്ടാവില്ല. മറിച്ച് മോളെ കെട്ടിക്കാൻ വേണ്ടി, അവൾക്ക് പണ്ടം വാങ്ങാൻ വേണ്ടി, പിന്നെയോ വീടൊന്ന് വലുതാക്കാൻ വേണ്ടി, വീടൊന്ന് പെയിൻറ് ചെയ്യാൻ വേണ്ടി, നമ്മളെ മുമ്പിലുള്ള ഒരു 5 സെൻറ്റ് വിൽക്കുന്നു എന്ന് കാണുമ്പോൾ അതെടുക്കാൻ ഏറ്റവും അർഹനായ ആൾ ഞാനാണ്, കുറച്ച് പൈസ ഉണ്ട്, അപ്പോൾ ആ കണ്ണായി ഭൂമി ആണ് വാങ്ങാൻ വേണ്ടി ഇങ്ങനെയാണ് പലിശക്ക് വേണം. അപ്പോൾ ചില ആളൊരു മുട്ട് മസാല ഉണ്ട്. എന്താ മുട്ട് മസാല? നിർബന്ധിത ഘട്ടത്തിൽ പന്നിയിറച്ചിയും തിന്നാന്ന് പറഞ്ഞിട്ടില്ലേ, അങ്ങനെ പോയി ഞാൻ പലിശക്ക് എടുത്താണെന്ന് വൃത്തിയില്ലാതെ. ഗൾഫ് പോകാൻ വേണ്ടി മാലയും ഭാര്യയുടെ പണ്ടൊക്കെ കൊണ്ടുപോയി വിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇത് വിൽക്കുകയല്ല, പിന്നെ എന്താണ്, വിറ്റാൽ പിന്നെ വാങ്ങുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് പലിശക്ക് കൊണ്ടുപോയി കൊടുക്കുക, ബാങ്ക് കൊണ്ടുപോയി കൊടുക്കുക. അതൊക്കെ കടുത്ത്. ഇതിൻ്റെ ഗൗരവം മനുഷ്യന്മാർ ആലോചിച്ചിട്ടില്ല. പരലോകത്ത് വരുമ്പോൾ ചോദ്യം ഉണ്ടല്ലോ, എടോ നിനക്ക് പണം, സമ്പത്ത്. 5 ചോദ്യങ്ങൾ, 2 ചോദ്യം സമ്പത്തിനെ കുറിച്ചാണ്. എന്താ ചോദ്യം? മിന്നൈനക്തസബ, എവിടെ നിനക്ക് പൈസ കിട്ടിയത്? ഇന്ന് ഈടി ഉണ്ടല്ലോ, ഈടിതാ ആ ജ്വല്ലറി, ആ പൈസക്കാരൻ്റെ, ആ സിനിമാ നടൻ്റെ വീട്, അതിൻ്റെ ഇന്ത്യയിലുള്ള എല്ലാ ഓഫീസും റെയ്ഡ് നടത്തി, ഇതാ റെയ്ഡ് നടത്താൻ പോകണ്ടോ എന്ന് പറയുമ്പോഴേക്കിന് ബേജാറും പേടിയാണ്. അവിടെ പോയി ചാകുകയാണ് ചില ആൾക്കാർ, ആത്മഹത്യ ചെയ്യുക, വലിയ വലിയ പൈസക്കാർ. എന്താ? ഈടി വന്ന് റെയ്ഡ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ. കാരണം എന്തേ? പൈസ ഇല്ലായിട്ടല്ല, പൈസ ഉണ്ടായി കുടുങ്ങിക്കുക. ഇത് വരുമാനം എവിടുന്ന കിട്ടിയതെന്ന് കാണിച്ചു കൊടുക്കുക. അത് കാണിച്ചു കൊടുക്കാനില്ല, കാരണം അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പം അങ്ങനെയെങ്കിൽ പരലോകത്തെ ചോദ്യത്തിന് എന്താ മറുപടി പറയാം? മിന്നൈനക്തസബ, എവിടുന്നാണ് നിനക്ക് ഈ സമ്പാദ്യം ഉണ്ടായത്? അപ്പോൾ പറയാൻ പറ്റുമോ? പഠിച്ചവനെ, അത് ഞാൻ പലിശക്ക് വാങ്ങിയതാണ് പറയാൻ പറ്റുമോ? ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകില റിബ വമൂകിലഹു വകാതിബഹു വശാഹിദൈ ഖാലഹും ഫീഹി സവാ. ചില ആൾക്കാർ പറയും അത് വാങ്ങണമായിരിക്കല്ലോ, പലിശ കൊടുക്കണമായിരിക്കല്ലോ വാങ്ങണം വലിയ അക്രമിയാ. ഇതോ കൊടുക്കണോ? കൊടുക്കണം നിവൃത്തിയില്ലാതായിട്ടല്ലേ. എന്താ റസൂല് പറഞ്ഞ്? എല്ലാവരും തുല്യരാണ്. കൊടുക്കുന്നവൻ, വാങ്ങുന്നവൻ, എഴുത്തുകാരൻ, ഒപ്പിട്ട് കൊടുക്കുന്ന സാക്ഷികൾ, ഖാലഹും ഫീഹി സവാ. ആ ശാപത്തിന് എല്ലാവരും അതിൽ കണക്കാണ്. ഹറാമിൻ്റെ പൊടി ഉണ്ടാവും. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാളുടെ ശമ്പളം ബാങ്കിലേക്കാണ് വരുന്നത്, സ്വാഭാവികമായും പലിശ ഉണ്ടാവും. എന്താ ചെയ്യേണ്ടതിന്? അതിൻ്റെ പൈസയാണെന്ന് പറഞ്ഞിട്ടില്ല. അത് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കൈക്ക് ഒരാളൊരു തീക്കട്ട ഇട്ടെന്ന് വിചാരിക്കുക, ഒരു തീക്കട്ട കൈക്കിന് വെച്ച് നമ്മളെന്ത് ചെയ്യുക?
അത് കയ്യിൽ പിടിച്ച് അതിൻ്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ച് അത് ഈ കയ്യിലൊന്നിട്ട് ഇതിപ്പോൾ എവിടെ കൊണ്ട് ഇങ്ങനെയല്ല, കൈ കിട്ടിയത് ഓർമ്മ ഒരൊറ്റ ഏറെ ആയിരിക്കും. ഇതുപോലെ നമ്മുടെ അക്കൗണ്ടിൽ പലിശയുണ്ട് എങ്കിൽ അതിങ്ങനെ അത് ഒരു കൊല്ലം ആകട്ടെ, കുറച്ചും കൂടി ആകട്ടെ എന്ന് പറഞ്ഞ് പലിശ മുതലാളിയാകുകയല്ല ചെയ്യേണ്ടത്. അത് പെട്ടെന്ന് ഒഴിവാക്കുക. ആർക്കാ കൊടുക്കേണ്ടത്? തനിക്കോ തൻ്റെ ചെലവിന് കീഴിൽ ജീവിക്കുന്നവർക്കോ അല്ലാത്ത മറ്റാർക്കെങ്കിലും, എന്തെങ്കിലും സംരംഭങ്ങൾക്കോ രോഗികൾക്കോ പാലിയേറ്റീവിനോ മറ്റെന്തെങ്കിലും, തനിക്കും തൻ്റെ കുട്ടികൾക്കും സ്പെഷ്യലായിട്ടുള്ളതല്ലാത്ത മറ്റ് എന്തിനേക്കെങ്കിലും കൊടുത്തൊഴിവാക്കാം. അപ്പോൾ പലിശന് എല്ലാവർക്കും അറിയാം എങ്കിലും സൂചിപ്പിച്ചു. മറ്റൊന്നാണ് കൈക്കൂലി. ഞാൻ പറഞ്ഞു വരുന്നത് അനുവദിക്കപ്പെട്ട സമ്പാദ്യം ഏതാന്ന് പറയൊക്കെ ഉണ്ട്, ഈ ഹറാം ഏതാന്ന് ചിന്തിച്ചാൽ മതി. മറ്റൊന്നാണ് കൈക്കൂലി. ഇനി അറബിയിൽ റിഷ്വ എന്നാണ്. റിഷ്വ കൈക്കൂലിയാണ്. എന്താ കൈക്കൂലി എന്ന് പറഞ്ഞാൽ? അനർഹമായത് പണം കൊടുത്ത് നേടുക. അനർഹമായത് പണം കൊടുത്ത് നേടുന്നതിനാണ് കൈക്കൂലി എന്ന് പറയാം. അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്, അത് നമുക്ക് അതിൽ അത്രത്തോളം ഒരു ക്വാളിഫൈഡ് അല്ല, എന്നാലോ തച്ച് പഴിപ്പിക്കുക എന്ന് പറഞ്ഞ പോലെ പണം കൊടുത്തിട്ട് വാങ്ങന്നെ. മുമ്പിലുള്ള റാങ്കുകാരൊക്കെ മലർത്തിയിട്ടാണ്ട് ബാക്കിലുള്ള റാങ്കുകാരൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ ഉപയോഗിച്ചുകൊണ്ടോ പൈസ കൊടുത്തോ വാങ്ങാം. റിഷ്വ. ലാനറാശി വൽ മുർത്തശി ഫിൽ ഹുക്കും. വിധി പറയുന്ന കാര്യത്തിൽ കോടതിയിൽ പലിശ സ്വീകരിക്കുന്നവനും പലിശയല്ല കൈക്കൂലി വാങ്ങുന്നവനും കൊടുക്കുന്നവനൊക്കെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ റിഷ്വ വാങ്ങാൻ പാടില്ല. ഏതെങ്കിലും കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പനീൻ്റെ പർച്ചേസ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കാം. ഈ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഗൾഫിലൊക്കെ പോയാൽ പെട്ടെന്ന് പൈസ ഉണ്ടാവും, വലിയൊരു കമ്പനിയൊക്കെ ആണെങ്കിൽ. കാരണം പർച്ചേസ് മാനേജർ ഇങ്ങോട്ട് ആൾക്കാർ, ഈ ചക്കരക്കട്ടമ്മ കുനിയം കൂടിയമാർക്ക് വലിയ വലിയ കമ്പനിൻ്റെ ആൾക്കാർ ഇവരെ വന്ന് കാണും. അവനെന്തെങ്കിലും ടിപ്പ് കൊടുക്കും, അവന് പോക്കറ്റ് മണി കൊടുക്കും, ഇങ്ങനെ പലതും കൊടുക്കും. അങ്ങനെ വല്ലതും കിട്ടുന്നുവെങ്കിൽ അതൊക്കെ ആ കമ്പനിക്ക് അവന് വേണ്ടിയല്ല. സക്കാത്ത് ശേഖരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നുൽ തുബിയ്യ എന്ന് പറയുന്ന ഒരാളെ പറഞ്ഞയച്ചു. സക്കാത്തിൻ്റെ മുതൽ ഒട്ടകങ്ങൾ കന്നുകാലികളൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹം സക്കാത്തിൻ്റെ മുതലുമായി വന്നു. എന്നിട്ട് മുതലിങ്ങനെ നിരത്തി വെച്ചിട്ട് പറഞ്ഞു, കുറച്ച് ഇത് വേറൊരു ഭാഗത്ത്, നബിയെ ഇതൊക്കെ സക്കാത്തിൻ്റെ മുതലായി കിട്ടിയതാണ്, ഇത് എനിക്ക് ആൾക്കാർ സമ്മാനമായി തന്നാണ്, എനിക്ക് സമ്മാനമായി തന്നാണ്. അല്ലാഹുവിൻ്റെ റസൂൽ ഉടനെ മിമ്പറിൽ കയറി, മാബാലു അഖ്വാമിൻ, ചില ആളുകളുടെ അവസ്ഥ എന്താണ്? അവരെ സക്കാത്ത് ശേഖരിക്കാൻ വേണ്ടി പറഞ്ഞയച്ച് അവർ തിരിച്ചു വരുമ്പോൾ അവർ പറയുന്നു ഇതൊക്കെ സക്കാത്തിൻ്റെ മുതലാണ്, ഇത് എൻ്റെ മുതലാണ്. അവരവൻ്റെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും വീട്ടിലാണ് ഇരിക്കുന്നത്. ഈ ഏർപ്പാടിന് അവർ പോയില്ലായിരുന്നുവെങ്കിൽ, ഈ ഉത്തരവാദിത്വം അവനില്ലായിരുന്നുവെങ്കിൽ, അവനവൻ്റെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ ആരാണ് അവനിങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക? അപ്പോൾ ഈ കൊടുത്തത് എന്താണ്? ഒരു ഗവൺമെൻറ് ഓഫീസർ ഹോട്ടൽ റെയ്ഡ് നടത്താൻ, ഹോട്ടല് ഹെൽത്തിൻ്റെ ആൾക്കാർ വരുമ്പോൾ ഹെൽത്തിൻ്റെ ആൾക്കാർ ഹോട്ടൽ പരിശോധിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അയാൾക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുന്നു, അതിനുശേഷം പോക്കറ്റിൽ വല്ലതും വിട്ടുകൊടുക്കുന്നു. അതെല്ലാവരും കൊടുക്കുക, അങ്ങാടി കൂടി നടക്കുന്ന എല്ലാവരും കൊടുക്കുക? ഇല്ല, ഹെൽത്തിൻ്റെ ആളിനാണ് കൊടുക്കണം. എന്തിനാണത്? വല്ല ഫൈൻ ഇടുകയാണെങ്കിൽ ഒന്ന് കമ്മിയാക്കാൻ, ഫൈന് ഇടാതിരിക്കാൻ വേണ്ടി. അതിനെന്താ പറയാ? അതാണ് കൈക്കൂലി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കൈക്കൂലിയുടെ കാര്യത്തിൽ ഇങ്ങനെ കുറേ മാർഗങ്ങൾ, കച്ചവടത്തിൽ ശ്രദ്ധിക്കേണ്ട കുറേ, മൈസർ, നമ്മളെ സമയം അവസാനിക്കുകയാണ്. മൈസർ, ചൂതാട്ടം എന്ന് പറയുമ്പോൾ ഒരു ലോട്ടറി മാത്രമല്ല,
അധ്വാനമില്ലാതെ എളുപ്പത്തിൽ പണം ലഭിക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെ ചൂതാട്ടാണ്. ചില പ്രത്യേകമായ കുറികളുണ്ട്. വിളിക്കുറി എന്ന പേരിലുള്ള കുറി, ആ കുറി ചൂതാട്ടമാണ്, എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കുകയാണ് അല്ലേ. ചില ജ്വല്ലറികൾ, അവിടെയൊക്കെ ജ്വല്ലറിത്തിന് കുറേ ഏർപ്പാടുകൾ ഹറാമുണ്ട്. അപ്പോൾ അതിൽ ഇത്ര നറുക്ക് അടച്ചാൽ മതി, കിട്ടുന്ന ആൾക്ക് പിന്നെ കൊടുക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്ന പല ഓഫറുകളും. വിളിക്കുറി എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ട്. തായ്ലൻഡ് കുറി എന്ന് പറഞ്ഞ കുറിയുണ്ട്. ഇതൊക്കെ തന്നെ കുറിയാണെങ്കിലും അവിടെയൊക്കെ മൈസർ, ചൂതാട്ടം കടന്നു വരുന്നു. വിളിക്കുറി എങ്ങനെയാണ്? 1,00,000 കുറിയാണെങ്കിൽ ബുദ്ധിമുട്ടിയ ഒരാൾ വന്ന് പറഞ്ഞു, ഈ പ്രാവശ്യം നറുക്ക് ഞാൻ എടുത്തിരിക്കുന്നു, എനിക്ക് 1,00,000 വേണ്ട, 90,000 മതി, 10,00,000 വിട്ടുകൊടുത്തു. അടുത്ത ആഴ്ച മറ്റാൾ പറയുന്നു, ഞാൻ 1,00,000 എനിക്ക് 95 മതി, 5 വേണ്ട. അങ്ങനെ ഒരാളേക്കുന്ന 10,000, മറ്റൊരാളേക്കുന്ന 5,000. ഇതിന് അവസാനം 1,00,000 അടച്ച ആളിന് ചിലപ്പോൾ കിട്ടുക 1,15,000, 1,30,000 ഒക്കെയാണ്. കാരണം ഇവന് കമ്മിയാക്കിയത് അവരവിടെ ഏറി കിട്ടും. ഇങ്ങനെയുള്ള വിളിക്കുറികൾ അതൊക്കെ മൈസറിൻ്റെ ഗണത്തിലാണ് ഉൾപ്പെടുക. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, വൽ ഇസ്മു മഹാക ഫീ സദ്രി, തെറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ് എന്ന. കച്ചവടത്തിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, ഹറാമായ കച്ചവടം നടത്താൻ പാടില്ല. 2, കച്ചവടത്തിൽ റിബ, പലിശയുമായി, ഡയറക്റ്റ് പലിശയല്ല, പലിശക്ക് സമാനമായ ഏർപ്പാടുകളുണ്ടെങ്കിൽ അത് ഹറാമാണ്. അതേപോലെ മൈസർ, ചൂതാട്ടത്തിന് സമാനമായതുണ്ടെങ്കിൽ അത് ഹറാമാണ്. ഖിഷ്, വഞ്ചന അല്ലേ. മദീനയിലൂടെ നടന്നു പോയപ്പോൾ ഒരു ഗോതമ്പിൻ്റെ കൂമ്പാരം കണ്ട് കൈ കടത്തിയപ്പോൾ അതിൽ അടിയിലൊക്കെ നനവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് എന്താണ്? നബിയെ, മഴ പെയ്തതാണ്, എങ്കിൽ ആ നനഞ്ഞത് മുകളിലൂടെ ഇട്ടാൽ പോരായിരുന്നു. കച്ചവടക്കാരാലോചിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഖുദ്അത്ത്, വഞ്ചനയുടെ വശങ്ങൾ കച്ചവടത്തിലുണ്ടോ അത് ഹറാമാണ്. ഇങ്ങനെ ചുരുക്കം ചില കാര്യങ്ങൾ, പലിശ, അതേപോലെ തന്നെ ചൂതാട്ടം, ഖിഷ്, വഞ്ചന, ഇങ്ങനെയുള്ള ചില ഏർപ്പാടുകൾ ഉള്ള കച്ചവടങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കച്ചവടങ്ങളും അനുവദനീയമാണ്. ഇതൊക്കെ ക്ലിയറായി കഴിഞ്ഞാൽ മാത്രമേ പരലോകത്ത് വരുമ്പോൾ വഫീമ അൻഫഖഹു, നിന്റെ പണം എങ്ങനെ കിട്ടി, എന്തിനെല്ലാം വിനിയോഗിച്ചു എന്ന് കൃത്യമായ മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ മറുപടി പറയുന്ന ആളുകളുടെ കാര്യങ്ങൾ മാത്രമേ മുന്നോട്ട് എടുത്തു വെക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ പെട്ടെന്ന് പണമുണ്ടാക്കുന്ന ആളുകൾ ഒരു പക്ഷേ ദുനിയാവിൽ നിന്ന് വളരെ പെട്ടെന്ന് പിരിഞ്ഞു പോകും അല്ലേ. കൈക്കൂലി പലിശ കൊടുത്തിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ അറ്റാക്കായി മരിക്കണ എല്ലാ ആൾക്കാരും അതിൻ്റെ ആൾക്കാർ എന്നല്ല പറഞ്ഞത്, മറിച്ച് ചിലതൊക്കെ ദുനിയാവിൽ നിന്ന് തന്നെ ലഭിക്കും. മദ്ലൂമിൻ്റെ പ്രാർത്ഥന, ആക്രമിക്കപ്പെട്ടവരുടെ പ്രാർത്ഥന, ഭയപ്പെടണം എന്ന് പറഞ്ഞല്ലോ. ചില സമ്പാദ്യം ഇങ്ങനെയുള്ള അക്രമത്തിലൂടെ ആണ് വരുന്നത് എങ്കിൽ, വരുമാനം അതാണ് എങ്കിൽ, അവരൊക്കെ ഒരു പക്ഷേ വലിയ പൈസ ഉണ്ടായിട്ടും ഒരു നേരത്തെ നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവരോ, കിട്ടുന്ന പൈസകളൊക്കെ തന്നെയും വലിയ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടൊക്കെ അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾക്കുണ്ടാകേണ്ടത് ഖനാഅത്താണ്. എന്താ ഖനാഅത്ത്? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴേക്കടയിലുള്ള, സാമ്പത്തികമായി നിങ്ങളെക്കാൾ താഴേക്കടയിലുള്ള ആളുകളിലേക്ക് നോക്കുക. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖും, നിങ്ങളെക്കാൾ മുകളിലുള്ള ആളുകളിലേക്ക് നോക്കിയിട്ട് പടച്ചോ എനിക്ക് അത്ര തന്നില്ലല്ലോ, അവനെപ്പോലെ ആയില്ലല്ലോ, എന്നാൽ എങ്ങനെങ്കിലും അവനെപ്പോലെ ആകണം എന്ന് പറയുന്ന ഒരു ചിന്ത വരും. ഫയ്യ, അതാണ് നിങ്ങൾക്ക്. അങ്ങനെ മുകളിലേക്ക് നോക്കാതെ താഴേക്ക് നോക്കിയാൽ അപ്പോഴാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തത്തിന് കീഴിലുള്ള സന്താനങ്ങൾ, ഭാര്യ, മാതാപിതാക്കൾ, നമ്മൾ തന്നെയും കഴിക്കുന്ന ഭക്ഷണം, ഉപയോഗിക്കുന്ന വസ്ത്രം, താമസിക്കുന്ന വീട്, നാം കൊടുക്കുന്ന സദഖകൾ, അതൊക്കെ 100% ഹലാലാണ് എന്ന് ഉറപ്പുവരുത്തുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാട്ടെ. അദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംശയം 5 മിനിറ്റ്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, അറിയണമെങ്കിൽ പറയാം. അതും 5 മിനിറ്റ്. വല്ലദീന യക്നിസൂന الذهب والفضة അതാണോ? വലാ യുൻഫിഖൂന ഫി സബീലില്ലാഹി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. ആൽ ഇംറാനിൽ 180 ഏതായത്ത് പറഞ്ഞാണ്? നിങ്ങളാണ് ഓതിക്കോളേ. വലാ യഹ്സബന്ന അല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വഖൈറൻ ലഹും ബൽ ഹുവ ശർ. വലാ യഹ്സബന്ന അല്ലദീന യബ്ഖലൂന, നാം നൽകിയതിൽ നിന്ന് പിശുക്ക് കാണിക്കുന്ന ആളുകൾ അവരൊരിക്കലും വിചാരിക്കരുത് ഖൈറൻ ലഹും, അതവർക്ക് നല്ലതാണ്, ഖൈറാണ്. ആ പള്ളീൻ്റെ പിരിവേര് വന്നു, അൽഹംദുലില്ലാ, ഞാനപ്പോൾ വാതിലടച്ച് കുട്ടികൾ പറഞ്ഞു ഇവിടെ ആളില്ല എന്ന് പറഞ്ഞോളാ. എന്നിട്ടിങ്ങനെ ഓൽക്കേ ഒന്നും കൊടുത്തിട്ടില്ല. ഇങ്ങനെ ചില വളവന്മാരുണ്ടല്ലോ, കെട്ടിപ്പൂട്ടി വെക്കുക, കൊടുക്കേണ്ട ആളുകൾ കൊടുക്കാതിരിക്കുക. വഖൈറൻ ലഹും, അതവർക്ക് നല്ലതിനാണെന്നവർ വിചാരിക്കേണ്ട. ബൽ ഹുവ ശർറുൻ ലഹും, അതവർക്ക് തിന്മയ്ക്ക് വേണ്ടിയുള്ളത്. ആ പണം മുഖേന തിന്മയാണ്, പണം മുഖേന തിന്മയാണ്. യുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവരാ പിശുക്കിയ ആ ധനം നരകത്തിലിട്ട് അവരുടെ കഴുത്തിൽ ആഭരണമായി കൊടുക്കുമെന്നാണ്. അത് സക്കാത്തയിൽപ്പെടും, അതേപോലെ തന്നെ നിർബന്ധമായി കൊടുക്കേണ്ടത് വരും, അതേപോലെ ഐച്ഛികമായ കാര്യങ്ങളൊക്കെ അതിൽപ്പെടും. അതെ. ജ്വല്ലറിയിലെ കുറി ഇങ്ങനെ മാസം മാസം ഒക്കെ ഒരു സംഖ്യ കൊടുത്ത് അവസാനമാകുമ്പോൾ ഒരു വാങ്ങുന്ന സമ്പ്രദായം. പിന്നെ ഈ സ്വർണവും വെള്ളിയുമുള്ള ഏർപ്പാടിന് ചില പ്രത്യേക നിബന്ധനകളുണ്ട്. 6 ഇനങ്ങൾ നമ്മൾ എല്ലായിടത്തും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സ്വർണം വാങ്ങുമ്പോൾ പൈസ കൊടുക്കുക, സാധനം വാങ്ങുക, ഓൺ ദ സ്പോട്ടിലെ കച്ചവടം നടത്താൻ പാടുള്ളൂ. الذهب بالذهب والفضة بالفضة والتمر بالتمر والشعير بالشعير والملح بالملح يدا بيد سواء بسواء. സ്വർണവും കൈമാറ്റം ചെയ്യുമ്പോൾ വെള്ളിയും കാരക്കയും ബാർലിയും ഉപ്പും ഈ 6 ഇനങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ 2 നിബന്ധനകളുണ്ട്. ഒന്ന്, എത്രയാണോ അങ്ങോട്ട് കൊടുക്കുന്നത് അതേ തൂക്കം ഇങ്ങോട്ടും വാങ്ങണം. അവിടുന്ന് തന്നെ കച്ചവടം മുറിയണം. കൊടുക്കാനുള്ള അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് വാങ്ങുക, ഇങ്ങോട്ടും വാങ്ങുക. ഈ നിബന്ധന നടണം. ഇല്ലെങ്കിലോ അത് റിബ. അധികം വാങ്ങുകയാണെങ്കിൽ റിബ, പിന്നെ കാലതാമസത്താൽ വാങ്ങുകയാണെങ്കിൽ റിബ നസീഅ. ഈ 2 തരത്തിലുള്ള റിബ അതിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വർണവും വെള്ളിയും തമ്മിൽ കൈമാറ്റം നടത്തുകയാണെങ്കിൽ തൂക്ക വ്യത്യാസം ഉണ്ടാകാം അല്ലേ. 1 കിലോ വെള്ളി കൊടുത്ത് ഒരു 10 പവൻ സ്വർണം ഇങ്ങോട്ട് വാങ്ങാൻ തൂക്ക വ്യത്യാസമുണ്ട്. പക്ഷേ അത് ആ ജ്വല്ലറിയിൽ നിന്ന് വിട്ട് കടമ്പയും കൈമാറ്റം ചെയ്യണം. 2 ദിവസം കഴിഞ്ഞിട്ട് വാ എന്ന് പറയാൻ പാടില്ല. അത് കാലതാമസത്താലുള്ള റിബൻ നസിയാണ്. ഇനിയോ കറൻസി എന്നുള്ളത് ഓരോ രാജ്യത്തിൻ്റെയും കറൻസി ആ രാജ്യത്തുള്ള പ്രിൻറ്റിങ് മെഷീൻ കൊണ്ട് അടിക്കണമല്ല, മറിച്ച് ആ രാജ്യത്തെ സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ മൂല്യം നോക്കിയിട്ടാണ് അടിക്കുക. അപ്പോൾ സ്വർണവും വെള്ളിയുമാണ് കറൻസി എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് തന്നെ കറൻസി കൊടുത്ത് സ്വർണം വാങ്ങുമ്പോൾ കറൻസിക്ക് എത്ര തൂക്കമുണ്ട് അത് തൂക്കത്തിനനുസരിച്ച് സ്വർണം, അങ്ങനെ ഡിമാൻഡില്ല. പക്ഷേ അവിടെ കച്ചവടം മുറിയണം, പൈസ കൊടുക്കണം, സാധനങ്ങൾ വാങ്ങണം. അങ്ങനെ നോക്കുമ്പോൾ മാസം ആഴ്ചയിലോ പൈസ കൊടുക്കുകയാണ് എങ്കിൽ ഈ പറയുന്ന ഡിമാൻഡ് അവിടെ പാലിക്കപ്പെടുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ജ്വല്ലറിയുള്ള കുറി ശരിയാകുന്നതല്ല. അല്ലാഹു ആലം. ഇല്ല, അഡ്വാൻസ് ബുക്കിംഗ് പറ്റൂല. കുറേ ജ്വല്ലറിയുമായി കുറേ ഇതുണ്ട്.
നിങ്ങളിപ്പോൾ തന്നോളും, വില കൂടിയാലും കുറഞ്ഞാലും അതിനനുസരിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ കുറേ ഏർപ്പാടുകൾ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള നിഷിദ്ധത്തിൻ്റെ ഏർപ്പാടുകളുണ്ട്. ശരി, നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നില്ലേ? ഈ മോള് കയറാണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ? നല്ല ചോദ്യമാണ്. അതായത് വസിയത്ത് ചെയ്യുമ്പോൾ ചില വാപ്പാർ വസിയത്ത് എഴുതിയേക്കും. എന്താ വസിയത്ത്? എല്ലാ മക്കളും ഒരേ കണ്ണോടുകൂടി കാണണം, അൽഹംദുലില്ലാഹ് അങ്ങനെ തന്നെ വേണ്ടത്. പക്ഷേ എൻ്റെ പെൺകുട്ടിയേക്കും ആൺകുട്ടിയേക്കും കൊടുക്കണം, അത്ര കൊടുക്കണം എന്നിൻ്റെ വസിയത്താണ് എന്ന് എഴുതി വെക്കും. അതിൽ ഒന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ലാ വസിയത്ത ലിവാരിസിൻ, അനന്തരാവകാശികൾക്ക് വസിയത്ത് എഴുതി വെക്കാൻ പറ്റൂല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആർക്കൊക്കെ സ്വത്ത് കിട്ടുമോ അവർക്കൊന്നും വസിയത്ത് എഴുതി വെക്കാൻ പറ്റൂല. എൻ്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ വാപ്പക്ക് എഴുതി വെക്കാൻ പറ്റില്ല, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്ക്, അതൊക്കൊന്നും വസിയത്ത് എഴുതി വെക്കാൻ പാടില്ല. കാരണം അവർക്ക് വസിയത്തല്ലാതെ എന്തുണ്ട്? അനന്തര സ്വത്ത് കിട്ടാൻ പോകുന്നുണ്ട്. വസിയത്ത് ആർക്കാണ് എഴുതി വെക്കേണ്ടത്? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആർക്കാണോ സ്വത്ത് കിട്ടാത്തത്, അത് കുടുംബത്തിൽപ്പെട്ട ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ നല്ല സ്ഥാപനങ്ങളുണ്ടാവും, പള്ളി മദ്രസ ഉണ്ടാവും, ഇവർക്കൊക്കെ വസിയത്ത് എഴുതി വെക്കാൻ പറ്റും. 2, ആകെയുള്ള സ്വത്തിൻ്റെ 1/3 വസിയത്ത് എഴുതി വെക്കാൻ പറ്റുള്ളൂ. 3 ഹറാമായിട്ട് വസിയത്ത് എഴുതി വെക്കാൻ പറ്റില്ല. കള്ള് ഷാപ്പിന് വേണ്ടിയ 10 സെൻറ്റ് വസിയത്ത് പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെ ഇത് ഹറാമാണ്. ഏത്? ആണിനും പെണ്ണിനും ഒരേപോലെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ വിധിക്ക് എതിരുള്ള വിധിയാണ്. വസിയത്ത് എഴുതി വെക്കാൻ പറ്റില്ല. 1 മക്കൾക്കുള്ള വസിയത്ത് അവിടെ സ്വീകരിക്കപ്പെടില്ല. 2 ഹറാമായ വസിയത്തും അത് പാടില്ല എന്നർത്ഥം. ഒരിക്കലും ആ വസിയത്ത് എന്താവില്ല, സ്വീകരിക്കപ്പെടും. അപ്പോൾ ഒരു ചോദ്യം, വാപ്പ ഇനിയിപ്പോൾ അങ്ങനെ എഴുതി വെച്ചു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ചെയ്യാനുള്ള എന്താണ്? ഒന്നുകിൽ ആ വസിയത്ത് നടപ്പിലാവില്ല എന്നാണ്, വസിയത്ത് നടപ്പിലാവില്ല. ഇനി എല്ലാ മക്കളും സ്വയം ഇഷ്ടപ്രകാരം ആണ് താല്പര്യത്തിന് അങ്ങനെ അത് തൃപ്തിപ്പെട്ടു എങ്കിൽ ഈ വസിയത്ത് മുഖേന മറ്റുള്ളവരുടെ ഹക്ക് നഷ്ടപ്പെടുന്നില്ല എങ്കിൽ അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നല്ലാതെ അതിനൊരു പ്രത്യേക പ്രോത്സാഹനവും പ്രൊമോഷനും കൊടുക്കാൻ പാടില്ല എന്നർത്ഥം. വസിയത്ത് എഴുതിയേക്കേണ്ട മറ്റുള്ളവർക്കാണ്. അനന്തര സ്വത്ത് ഇപ്പോൾ ചിലപ്പോൾ ജ്യേഷ്ഠൻ ഉണ്ടാവും, ഓൻ വളരെ ദരിദ്രനായിരിക്കും. ഒരു പക്ഷേ ഈ മരിക്കാൻ പോണ ആളെ നോക്കിയതും ഓനെ വലിയ ഉദ്യോഗസ്ഥനും വലിയ പൈസക്കാരനൊക്കെ ആക്കിയത് ഈ ജ്യേഷ്ഠനായിക്കാരോ, ഓൻ സാധുയിക്കാരോ. ഇയാളെ മരിച്ചു കഴിഞ്ഞാൽ ഓനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇതിനിത്ര ജ്യേഷ്ഠന് എന്ന് അതൊക്കെയാണ് എഴുതി വെക്കേണ്ടത്. അങ്ങനെയുള്ള ഇതാണ്, അല്ലാതെ മക്കൾക്ക് വേണ്ടിയല്ല വസിയത്ത് എഴുതി വെക്കേണ്ടത്. ശരി, നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ? നമുക്ക് എന്താ ചോദിക്കാണ്ടോ? ലാസ്റ്റ് ചോദ്യം. നാരങ്ങ പറഞ്ഞില്ല. നാരങ്ങ നോമ്പ് തുറക്കുമ്പോൾ അല്ലേ? അതൊരു ചോദ്യമാണ്. ഏത്? അയലോക്കത്തൊക്കെ പണ്ടതാ വിരുന്നുകാർ വരുമ്പോൾ എടി കുറച്ച് മുളകും പൊടി ആട്ടിക്ക, ആ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത് കുറച്ച് ഉപ്പ് ആട്ടിക്ക അല്ലേ? അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ എന്താണ് ഈ നിയമം? എന്താ ചെയ്യുക? ഒന്ന്, ഉപ്പിന് വാങ്ങിക്കൊണ്ടതിന് അപ്പം തന്നെ കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെ കൊണ്ടുപോയി കൊടുക്കാനാണ് ഇത് വാങ്ങേണ്ട ആവശ്യം. നമ്മളെ വീട്ടിലില്ലാത്തതുകൊണ്ടല്ലേ. ഇത് കച്ചവടമാണ്, ഇത് കടമാണ്. മനസ്സിലായോ? ഉപ്പ് കച്ചവടം നടത്തുകയാണ്. ഒരാളുടെ കയ്യിൽ പൊടിയുപ്പ്, മറ്റൊരാളുടെ കയ്യിൽ കല്ലുപ്പ്. ഇത് രണ്ടും 1 ടൺ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ 1 ടൺ അങ്ങോട്ട് കൊടുക്കണം. അവിടുന്ന് കച്ചവടം മുറിയണം. അത് കച്ചവടമാണ്. നേരെ മറിച്ച് വീട്ടിൽ പോയിട്ട് എടി കുറച്ച് ഈ പാത്രത്തിൽ കുറച്ച് ഉപ്പ് കാട്ടിക്കുക എന്ന് പറഞ്ഞാൽ കച്ചവടമല്ല, അതെന്താണ്? കടമാണ്. കടം ഭിന്നിപ്പിക്കുക. ഏതുപോലെ ഒരാളൊക്കെ സ്വർണ്ണ കടം വാങ്ങുക. നമുക്കൊരു ബിസിനസ് തുടങ്ങാനുണ്ട്. അപ്പോൾ എന്ത്? എവിടെ നോക്കിയിട്ടില്ല. അപ്പോൾ ബന്ധത്തിലൊരു സ്ത്രീ ഉണ്ട്, അവളെ കയ്യിൽ കുറച്ച് ആഭരണം. അവൾ പറയാം, എടി എൻ്റെ 10 പവൻ ഇതൊരു കടം കാട്ടിക്ക, ഞാൻ 2 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു തരാം. അത് അനുവദനീയമാണോ? അനുവദനീയമാണ്. എന്നിട്ട് അതുകൊണ്ട് ബിസിനസ് തുടങ്ങുക. പക്ഷെ തിരിച്ചു കൊടുക്കുമ്പോൾ ഇന്നിപ്പോൾ പലരെയും ചോദ്യം അതാണ്. ഏത്? ഞാൻ 4-5 കൊല്ലം മുമ്പ് ആ സ്വർണം വാങ്ങിയത്, അന്ന് സ്വർണത്തിനാകെ 20,000 റുപ്യുള്ളൂ. ഇപ്പോൾ അതാ 1,00,000-ന് മുകളിൽ പോയി. അപ്പം ഇനി അതിൻ്റെ മൂല്യം കൊടുത്താൽ പോരെ? അന്നത്തെ മൂല്യം പവന് 20 അല്ല. എന്താ കടം വാങ്ങിയത് കൊടുക്കുക? സ്വർണ്ണമാണോ കടം വാങ്ങിയത്? കൊടുക്കുക. അതല്ല, ഓലെന്ത് ചെയ്തു?
തന്നപ്പോൾ ആ സ്വർണം വിറ്റ് ഇതാ ഞങ്ങൾക്ക് പൈസയാണ് തരുന്നത്, സ്വർണ്ണമല്ല എന്ന് പറഞ്ഞ് അന്ന് പൈസ ഓല് എങ്ങനെ തന്ന്? ഒരു സ്വർണം വിറ്റതാണ്, പക്ഷെ നമുക്ക് പൈസയാണ് തന്നത്. പൈസൻ്റെ മേലിലാണ് നമ്മൾ ഇടപാട് നടത്തിയത് എങ്കിൽ പൈസയെ കൊടുക്കേണ്ടത്. അപ്പോൾ സ്വർണ്ണമായി തന്നു കഴിഞ്ഞാൽ അത് സ്വർണ്ണമായി കൊടുക്കുക. അപ്പോൾ സ്വർണ്ണം കടം വാങ്ങാം, പക്ഷേ ബിസിനസ് നടത്തുമ്പോഴാണ്, കച്ചവടം നടത്തുമ്പോഴാണ് ഇത്. ശരി. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.